പ്രിയമുള്ളവരെ, ഇന്നത്തെ ആരാധനയിലേക്ക് എല്ലാവരെയും ത്രിയേക ദൈവനാമത്തിൽ സ്വാഗതം ചെയ്യുന്നു. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ പരിശുദ്ധനാകുന്ന ദൈവമേ, ഒരു മാസത്തിൻ്റെ ഒന്നാമത്തെ ഈ വിശുദ്ധ ഞായറാഴ്ച അവിടുന്ന് ഞങ്ങൾക്കായിട്ട് ഒരുക്കി നൽകി അനുഗ്രഹിച്ചിരിക്കുകയാൽ ഞങ്ങൾ അങ്ങയെ വാഴ്ത്തുന്നു. കഴിഞ്ഞ നാളുകളിലൊക്കെയും നാഥാനൻ്റെ കരുതലും കാവലും ഞങ്ങളുടെ മേൽ നൽകി ഇത്രമാത്രം നീ ഞങ്ങളെ സൂക്ഷിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്തതിനായി ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. നന്ദിയോടെ ഞങ്ങൾക്ക് അങ്ങയെ വാഴ്ത്തുവാനും സ്തുതിക്കുവാനും മഹത്വപ്പെടുത്തുവാനും പരിശുദ്ധാത്മാവിൻ്റെ കൃപയിൽ നീ ഞങ്ങൾക്ക് ശക്തിയും പ്രാപ്തിയും തരുമാറാകണമേ. എന്നാതായി ശബ്ദം ശ്രവിക്കുന്ന എല്ലാവരെയും അവിടുത്തെ വചനത്താലും അനുഗ്രഹത്താലും ഇവിടുന്ന് ആശീർവദിക്കണം. ക്രിസ്തു വഴി ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കുമാറാകണം പിതാവേ, ആമേൻ. ഒന്നാമത്തെ പാട്ട് നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്തുന്നതിന് വേണ്ടി പാടാം. Para
സങ്കീർത്തനം 1 മുതൽ 14 വരെയുള്ള വാക്യങ്ങൾ നമുക്ക് ഒരുമിച്ച് വായിക്കാം. യഹോവയ്ക്ക് സ്തോത്രം ചെയ്യുവിൻ, അവന്റെ ദയ നല്ലതല്ലോ, അവന്റെ ദയ എന്നേക്കുമുള്ളത്. ദൈവാദി ദൈവത്തിന് സ്തോത്രം ചെയ്യുവിൻ, അവന്റെ ദയ എന്നേക്കുമുള്ളത്. കർത്താദി കർത്താവിന് സ്തോത്രം ചെയ്യുവിൻ, അവന്റെ ദയ എന്നേക്കുമുള്ളത്. ഏകനായി മഹാത്ഭുതങ്ങളെ പ്രവർത്തിക്കുന്നവന് അവന്റെ ദയ എന്നേക്കുമുള്ളത്. ജ്ഞാനത്തോടെ ആകാശങ്ങളെ ഉണ്ടാക്കിയവന് അവന്റെ ദയ എന്നേക്കുമുള്ളത്. ഭൂമിയെ വെള്ളത്തിന്മേൽ പിരിച്ചവന് അവന്റെ ദയ എന്നേക്കുമുള്ളത്. വലിയ വെളിച്ചങ്ങളെ ഉണ്ടാക്കിയവന് അവന്റെ ദയ എന്നേക്കുമുള്ളത്. പകൽ വാഴുവാൻ സൂര്യനെയും അവന്റെ ദയ എന്നേക്കുമുള്ളത്. രാത്രി വാഴുവാൻ ചന്ദ്രനെയും നക്ഷത്രങ്ങളെയും ഉണ്ടാക്കിയവന് അവന്റെ ദയ എന്നേക്കുമുള്ളത്. ഇസ്രായേലിലെ കടിഞ്ഞൂലുകളെ സംഹരിച്ചവന് അവന്റെ ദയ എന്നേക്കുമുള്ളത്. അവരുടെ ഇടയിൽ നിന്ന് ഇസ്രായേലിനെ പുറപ്പെടുവിച്ചവന് അവന്റെ ദയ എന്നേക്കുമുള്ളത്. ബലമുള്ള കൈകൊണ്ടും നീട്ടിയ ഭുജം കൊണ്ടും തന്നെ അവന്റെ ദയ എന്നേക്കുമുള്ളത്. ചെങ്കടലിനെ രണ്ടായി വഹിച്ചവന് അവന്റെ ദയ എന്നേക്കുമുള്ളത്. നടുവിൽ കൂടി ഇസ്രായേലിനെ നടത്തിയവന് അവന്റെ ദയ എന്നേക്കുമുള്ളത്. പുത്രനും പരിശുദ്ധാത്മാവിനും മഹത്വമുണ്ടാകട്ടെ, ആദിയിലും എപ്പോഴും എന്നേക്കും പ്രകാരം. ആമേൻ. നമ്മുടെ വിശ്വാസം അപ്പോസ്തല വിശ്വാസ പ്രമാണം അനുസരിച്ച് ഒരുമിച്ച് പറയാം. സർവശക്തിയുള്ള പിതാവായി ആകാശത്തെയും ഭൂമിയെയും സൃഷ്ടിച്ചവനായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവന്റെ ഏകപുത്രനായി നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൽ ഞാൻ വിശ്വസിക്കുന്നു. അവൻ പരിശുദ്ധാത്മാവിൽ ഉൽപ്പാദിപ്പിക്കപ്പെട്ട് കന്യമറിയായി ജനിച്ച് പന്തിയോസ് പിലാത്തോസിന്റെ കീഴിൽ കഷ്ടമനുഭവിച്ച് ക്രൂശിക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ടു. അവൻ പാതാളത്തിൽ ഇറങ്ങി മൂന്നാം ദിവസം മരിച്ചവന്റെ പിന്നീട് എഴുന്നേറ്റ് സ്വർഗ്ഗാരോഹണം ചെയ്ത് സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലത്തുഭാഗത്തിരുന്നു. അവിടെ നിന്നും അവൻ ജീവനുള്ളവരെയും മരിച്ചവരെയും ന്യായവിധിപ്പാൻ പരിഹരിച്ചു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധന്മാരുടെ കൂട്ടമാകുന്ന വിശുദ്ധ ക്രിസ്തീയ സഭയും പാപമോചനവും ശരീരത്തിന്റെ പുനരുത്ഥാനം നിത്യജീവനുമുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. ഇന്നത്തെ സുവിശേഷ വേദഭാഗവും ഞാൻ വായിക്കുന്നു. അത് തന്നെയാണ് നമ്മുടെ ഇന്നത്തെ ധ്യാന ഭാഗവും. വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 14-ാമത്തെ അധ്യായം 13 മുതൽ 21 വരെയുള്ള വാക്യം. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 14-ാം അധ്യായം 13-ാമത്തെ വാക്യം മുതൽ. അത് കേട്ടിട്ട് യേശു അവിടം വിട്ട് പടകിൽ കയറി നിർജ്ജനമായൊരു സ്ഥലത്തേക്ക് വേറിട്ട് വാങ്ങിപ്പോയി. പുരുഷാരം അത് കേട്ട് പട്ടണങ്ങളിൽ നിന്ന് കാൽനടയായി അവൻ്റെ പിന്നാലെ ചെന്നു. യേശു വന്ന് വലിയ പുരുഷാരത്തെ കണ്ട് അവരിൽ മനസ്സലിഞ്ഞ് അവരുടെ രോഗികളെ സൗഖ്യമാക്കി. വൈകുന്നേരമായപ്പോൾ ശിഷ്യന്മാർ യേശുവിൻ്റെ അടുക്കൽ ചെന്നു. ഈ സ്ഥലം മരുഭൂമിയല്ലോ, നേരവും വൈകി. പുരുഷാരം ഗ്രാമങ്ങളിൽ പോയി ഭക്ഷണ സാധനങ്ങൾ കൈക്കൊള്ളേണ്ടതിന് അവരെ അയക്കണം എന്ന് പറഞ്ഞു. യേശു അവരോട്, അവർ പോകുവാൻ ആവശ്യമില്ല, നിങ്ങൾ അവർക്ക് ഭക്ഷിപ്പാൻ കൊടുപ്പീൻ എന്ന് പറഞ്ഞു. അവർ യേശുവിനോട്, 5 അപ്പവും 2 മീനുമല്ലാതെ ഞങ്ങൾക്കിവിടെ ഒന്നുമില്ല എന്ന് പറഞ്ഞു. അത് ഇങ്ങ് കൊണ്ടുവരുവിൻ എന്ന് യേശു പറഞ്ഞു. പിന്നെ പുരുഷാരം പുല്ലിന്മേൽ ഇരിപ്പാൻ കൽപ്പിച്ചു. ആ 5 അപ്പവും 2 മീനും എടുത്ത് സ്വർഗത്തേക്ക് നോക്കി വാഴ്ത്തി അപ്പം നുറുക്കി ശിഷ്യന്മാരുടെ പക്കലും ശിഷ്യന്മാർ പുരുഷാരത്തിനും കൊടുത്തു. എല്ലാവരും തിന്ന് തൃപ്തരായി. ശേഷിച്ച കഷണം 12 കൊട്ട നിറച്ചെടുത്തു. തിന്നവരോ
സ്ത്രീകളെയും പൈതങ്ങളെയും കൂടാതെ ഏകദേശം 5000 പുരുഷന്മാർ ആയിരുന്നു. ആമേൻ. കർത്താവായ യേശു ക്രിസ്തുവിനാൽ സ്നേഹിക്കപ്പെട്ട പ്രിയമുള്ളവരെ, 2020 ആരംഭിച്ച ശേഷം 7 മാസം കടന്നുപോയി. 8ാമത്തെ മാസത്തിലേക്ക് പ്രവേശിക്കുവാൻ ദൈവം നമ്മെ അനുഗ്രഹിച്ചു. വളരെ പ്രതികൂലമായ, വളരെ പ്രയാസങ്ങൾ നിറഞ്ഞ, മനുഷ്യനെ വല്ലാതെ ചിന്തിപ്പിച്ച ഒരു 7 മാസക്കാലമാണ് കടന്നുപോയത്. വളരെ പ്രയാസങ്ങളും ദുഃഖങ്ങളുമൊക്കെ ദേശത്തിലും ലോകത്തിലും ഒക്കെ ഉണ്ടായി എങ്കിലും അവയെല്ലാം തരണം ചെയ്ത് മുന്നോട്ട് പോകുവാൻ ദൈവം ഇനിയും കൃപ നൽകും എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം, നമുക്കങ്ങനെ വിശ്വസിക്കാം. ദൈവം നമ്മെ ഇതുവരെ കാത്ത ദൈവനാമത്തിന് നന്ദിയോടെ നമുക്ക് സ്തോത്രം ചെയ്യാം. ഇന്നത്തെ ധ്യാനഭാഗം നാം വായിച്ചു കേട്ട സുവിശേഷ വേദഭാഗം കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ വളരെ പ്രധാനമായി എന്ന് പറയാവുന്ന യേശു ക്രിസ്തുവിൻ്റെ ഒരു അതിശയ പ്രവൃത്തി. 4 സുവിശേഷകന്മാരും ഈ സംഭവം ഒരേ വിധത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു എന്ന് നമുക്ക് കാണുവാൻ സാധിക്കും. വിശുദ്ധ മത്തായിയുടെ സുവിശേഷത്തെ ആസ്പദമാക്കി നമ്മൾ നോക്കുമ്പോൾ യോഹന്നാൻ സ്നാപകന്റെ മരണം കർത്താവായ യേശു അറിഞ്ഞ ശേഷം തൻ്റെ ശുശ്രൂഷാ മധ്യത്തിൽ നിന്ന് തന്നെ യേശു ജനങ്ങളെയും ശിഷ്യന്മാരെയും ഒക്കെ വിട്ട് നിർജ്ജനമായ ഒരു സ്ഥലത്തേക്ക് യേശു പോകുന്നു. യോഹന്നാന്റെ വേർപാട് അറിഞ്ഞതിന് ശേഷമാണ് യേശു ക്രിസ്തു ഇപ്രകാരം നിർജ്ജന സ്ഥലത്തേക്ക് പോകുന്നത്. യേശു ക്രിസ്തു ഭാരം പ്രയാസങ്ങളും നിറയുന്ന സമയത്തും പ്രാർത്ഥിക്കുന്നതിനുമായിട്ടുമൊക്കെ പോകുന്ന സ്ഥലങ്ങൾ ഒന്നാണ്. ഏകനായി പ്രാർത്ഥിക്കുന്നതിന് വേണ്ടി തിരഞ്ഞെടുക്കുന്ന സ്ഥലങ്ങൾ ആണിങ്ങനെ ജനമായ അല്ലെങ്കിൽ നിർജ്ജന പ്രദേശം എന്ന് പറയും. കർത്താവായ യേശു ക്രിസ്തു അവിടെ ചെല്ലുമ്പോൾ 4 സുവിശേഷങ്ങളിലും വ്യത്യസ്തമായ ഒരു കാര്യം നമ്മൾ കാണുന്നുവെങ്കിലും കർത്താവായ യേശു ക്രിസ്തു പോകുന്ന സ്ഥലം അറിഞ്ഞിട്ട് വളരെ പുരുഷാരം അവിടെ എത്തി എന്ന് നമ്മൾ വായിച്ച് കാണും. ഈ ജനങ്ങളെല്ലാം അവിടെ എത്തിച്ചേർന്നത് കർത്താവായ യേശു ക്രിസ്തുവിങ്കിൽ നിന്ന് വചനം കേൾക്കണമെന്നുള്ള വലിയൊരു ആഗ്രഹത്തോടുകൂടെയാണ് ഈ പുരുഷാരമെല്ലാം അവിടെ എത്തിച്ചേർന്നത്. നാം അവിടെ കാണുന്നത് അവിടെ വന്ന പുരുഷാരത്തെ കണ്ട യേശു അവരോട് മനസ്സലിഞ്ഞ് അവരോട് കർത്താവ് വചനം സംസാരിക്കും. വചനം കേട്ട ജനങ്ങളുടെ മധ്യത്തിലുള്ള രോഗികൾക്ക് കർത്താവ് സൗഖ്യം നൽകും. നേരം വളരെ പകൽ സമയം വളരെ കഴിഞ്ഞതിന് ശേഷവും ഈ പുരുഷാരം പിരിഞ്ഞു പോകാൻ കൂട്ടാക്കാതെ അവിടെ തന്നെ ഇരിക്കുകയാണ്. യേശു ക്രിസ്തു വീണ്ടും അവരോട് സംസാരിക്കുമെന്നുള്ള പ്രതീക്ഷ ഒരു പക്ഷേ അവരുടെ മനസ്സിൽ ഉണ്ടായി. ഈ പുരുഷാരത്തെ കണ്ട് ആഹാരമൊന്നും ഓർക്കുക പോലും ചെയ്യാതെ അവിടെ യേശുവിൻ്റെ മുമ്പിലിരിക്കുന്ന ഈ പുരുഷാരത്തെ കണ്ട് യേശുവിൻ്റെ ശിഷ്യന്മാർ യേശുവിൻ്റെ അടുക്കൽ ചെന്ന് പറയുന്നു, ഇവരെ ആഹാരം കഴിക്കുന്നതിന് വേണ്ടി പറഞ്ഞയക്കണം. വളരെ ദൂരങ്ങളിൽ പോയാലേ ഇവർക്ക് മതിയായ ആഹാരം ലഭിക്കുകയുള്ളൂ എന്ന് ശിഷ്യന്മാർ യേശുവിനോട് പറയുന്നു. യേശു അവരോട് പറയുന്ന ഒരു കാര്യം, നിങ്ങൾ അവർക്ക് ആഹാരം കൊടുപ്പിൻ എന്നാണ്. ഇത് കേട്ട ശിഷ്യന്മാർക്ക് ഒരു പക്ഷേ മനസ്സിൽ അതിശയം തോന്നിയിരിക്കും. മനസ്സിൽ അവർ ചിരിച്ചിരിക്കാൻ കാരണം 5000 പുരുഷന്മാർ മാത്രമുണ്ട്, ഇത്രയും അധികം പേർക്ക് ആഹാരം കൊടുക്കുക എന്ന് പറയുന്നത് അവർക്ക് ചിന്തിക്കാൻ പോലും കഴിയാത്ത കാര്യമാണ്. കർത്താവായ യേശു നമുക്ക്
അവിടെ കാണാവുന്നത് കർത്താവായ യേശു അവർക്ക് ആഹാരം നൽകുന്നത് നമുക്കവിടെ തുടർന്ന് കാണുവാൻ സാധിക്കും. 3 കാര്യങ്ങൾ മാത്രം തുടർന്ന് ഉള്ള ഭാഗത്ത് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാം. ഒന്നാമത്, യേശു തന്നിൽ ആശ്രയിക്കുന്ന ജനത്തിന് ആത്മീകമായും ശാരീരികമായും കരുതുന്ന ഒരു കർത്താവ് ആണ് നമുക്കിവിടെ കാണുവാൻ സാധിക്കും. ആത്മീകമായും യേശു നമ്മെ കരുതുന്നു. 2, കർത്താവായ യേശു നമ്മെ ഭൗതികമായും ശാരീരികമായിട്ടുമുള്ള ആവശ്യങ്ങൾക്ക് കർത്താവ് നമ്മെ കരുതുന്നു എന്ന് കാണുവാൻ സാധിക്കും. നാം കർത്താവിൻ്റെ പ്രാർത്ഥനയിൽ ഏറ്റു പറയുന്നത് അന്നു വേണ്ടുന്ന ആഹാരം എനിക്ക് തരണമേ എന്നാണ്. അവിടെ ഒരു മനുഷ്യന്റെ ശാരീരികമായ ആവശ്യത്തിന് എന്തെല്ലാം വേണമോ അതെല്ലാം നമ്മൾ ദൈവത്തോട് യാചിക്കുകയാണ്. നിശ്ചയമായും കർത്താവ് അത് നമുക്ക് തരുന്നു എന്നുള്ളത് നാം മനസ്സിലാക്കുകയും ചെയ്യും. നാം ഏതെല്ലാം വിധത്തില് യോഗ്യമായ ഏതെല്ലാം വിധങ്ങളിലൂടെ നമ്മുടെ ആവശ്യങ്ങൾക്കുള്ള മുഖാന്തരങ്ങൾ കണ്ടെത്തിയാലും നമുക്കൊരു വിശ്വാസമുണ്ട്, എൻ്റെ കർത്താവ് എനിക്ക് നൽകുന്ന ഒന്ന്. നമ്മൾ മറ്റൊന്ന് അവിടെ വായിച്ചത് പ്രകാരമാണ്, അവരുടെ രോഗികളെ കർത്താവ് സൗഖ്യമാക്കും. അത് മനുഷ്യന്റെ ഒരു ശാരീരികമായ പ്രശ്നമാണ്. യേശുവിൻ്റെ പിന്നാലെ ചെന്ന് വചനം കേട്ട് ആ വചനത്തെ വിശ്വസിച്ചുകൊണ്ട് ദൈവികമായ സന്തോഷം പങ്കുവെക്കുന്ന ജനത്തിൻ്റെ മധ്യയുള്ള രോഗികൾക്ക് സൗഖ്യം നൽകുന്നത് ഒരു ആത്മീകമായ പ്രവൃത്തിയാണ്. ഒന്നാമത് നാം കേൾക്കുന്നതും ഗ്രഹിക്കുന്നതും ഉൾക്കൊള്ളുന്നതുമായ ഒരു അനുഭവം ഉണ്ടെങ്കിൽ മാത്രമേ, അല്ലെങ്കിൽ വചനത്താൽ നമ്മുടെ മനസ്സുകൾക്ക് ഒരു രൂപാന്തരം വന്നാൽ മാത്രമേ നമുക്ക് രോഗസൗഖ്യമായി ക്രിസ്തുവിൻ്റെ സ്നേഹമോ സാന്നിധ്യമോ നമ്മളിൽ ഭവിക്കുകയുള്ളൂ. അതല്ലാതെ നമുക്ക് ഒരു ആന്തരിക സൗഖ്യമോ ശാരീരികമായ സൗഖ്യമോ വരുമെന്ന് നമ്മൾ കരുതണ്ട. നമ്മിൽ യേശുക്രിസ്തു വചനമായി നമ്മിലേക്ക് വരുമ്പോഴും നാം അത് ഉൾക്കൊള്ളുമ്പോഴുമാണ് കർത്താവ് നമ്മുടെ മേൽ കരുണയുണ്ടായി നമ്മുടെ ശാരീരികമായിട്ടുള്ള പ്രശ്നങ്ങൾക്കും കർത്താവ് പരിഹാരം നൽകുന്നത്. രണ്ടാമത്, ആവശ്യത്തിലിരിക്കുന്ന ജനത്തോട് യേശു മനസ്സലിവ് കാണിക്കുന്നത് നമുക്ക് കാണാം. അവിടെ ഇരിക്കുന്ന ജനങ്ങളാരും അവരോട് ഭക്ഷണം ചോദിക്കുന്നില്ല. ഒരു പക്ഷേ ഒരു വിശപ്പെല്ലാം മറന്ന് വചനത്തിൻ്റെ യേശുക്രിസ്തുവിൻ്റെ സാന്നിധ്യത്തിലും വചനം കേൾക്കുന്ന സന്തോഷത്തിലും അവരങ്ങനെ ഇരിക്കുന്ന സന്ദർഭമാണ്. ആരും ശിഷ്യന്മാരോട് പരാതി പറയുന്നില്ല, യേശുവിനോട് പരാതി പറയുന്നില്ല. എങ്കിലും കർത്താവ് പറയുന്നത് പ്രകാരമാണ്, നിങ്ങൾ അവർക്ക് ഭക്ഷണം കൊടുപ്പീൻ എന്നാണ്. അപ്പം നമ്മുടെ യേശുക്രിസ്തുവിനെ പിൻപറ്റുന്ന, യഥാർത്ഥമായിട്ട് യേശുവിനെ പിൻപറ്റുന്ന തൻ്റെ ജനത്തിന് അവരുടെ ആവശ്യങ്ങളെ അറിഞ്ഞ് അവരെ അനുഗ്രഹിക്കുന്നവനാണ് ദൈവം. ഇന്നും നാം അത് അനുഭവിക്കുന്നവരാണ്. നമുക്ക് ആ ഒരു നന്മയും സമ്പൂർണമായ ഒരു ഉറപ്പ്, വിശ്വാസത്തിൻ്റെ ഒരു സ്ഥിരത, ഉറപ്പ് നമുക്ക് ഉണ്ടാകും. തന്നെ പിൻപറ്റുന്നവർ, തന്നെ കേൾക്കുന്നവരിൽ, തന്നെ അനുസരിക്കുന്നവരിൽ കർത്താവ് അവരുടെ ആവശ്യങ്ങളെ അറിഞ്ഞ് അനുഗ്രഹിക്കുന്നവനാണ്. ഏതാണോ നമ്മുടെ ആവശ്യം, യഥാസമയം നമ്മുടെ മേൽ കരുണ കാണിക്കുന്നവനാണ് കർത്താവ്. അതൊരതിശയമായിട്ടായിരുന്നാലും ശരി, അനുഗ്രഹമായിട്ടായിരുന്നാലും ശരി, നമ്മുടെ ആവശ്യങ്ങളുടെ മേൽ കർത്താവ് മാറി നിൽക്കാതെ യഥാസമയം അനുഗ്രഹിക്കുന്ന കർത്താവിൻ്റെ ഒരു വലിയ സ്നേഹത്തെ നമുക്ക് കാണുവാൻ സാധിക്കും. ഭാരങ്ങളുണ്ട് മനുഷ്യന്. ഞാൻ ആദ്യം പറഞ്ഞതുപോലെ വളരെ പ്രതികൂലമായ ഒരു സാഹചര്യത്തിലൂടെയാണ് മനുഷ്യർ, ലോകമെമ്പാടുമുള്ള മനുഷ്യർ കടന്നു പോകുന്നത്. അവിടെയും നമുക്കറിയാം, നാം അറിയണം, നാം വിശ്വസിക്കണം, യഥാസമയം കർത്താവ് തൻ്റെ ജനത്തോട് കരുണ കാണിക്കും. ഈ പ്രതികൂലങ്ങളൊക്കെ മാറിപ്പോകുന്നതിന് നമുക്ക് അതിനുവേണ്ടി അതിന് പരിഹാരം കണ്ട് മുന്നോട്ട് പോകുന്നതിന് കർത്താവ് നമ്മുടെ മേൽ കരുണ കാണിക്കും എന്നുള്ളത് നമ്മുടെ വിശ്വാസം മാത്രമല്ല, ദൈവം നമ്മുടെ മേൽ നൽകിയ വാഗ്ദാനം. കർത്താവ് അവിടെ ഇരുന്ന ജനങ്ങളുടെ മധ്യേ ഉണ്ടായിരുന്ന രോഗികളെ സൗഖ്യമാക്കിയെന്ന് നമ്മൾ കാണുന്നു. നമ്മുടെ ജീവിതത്തിൽ അങ്ങനെയുള്ള ഒരവസ്ഥയിലൂടെ കടന്നു പോകുമ്പോൾ കരുണയുള്ള ക്രിസ്തു നമ്മുടെ മനസ്സ് കണ്ട് കർത്താവിൻ്റെ മനസ്സലിവ് നമ്മുടെ മേൽ പകരുമ്പോഴാണ്
നമ്മുടെ ആവശ്യങ്ങൾക്ക് സ്വർഗത്തിൻ്റെ പരിഹാരം ഉണ്ടാകുന്നതും നാം അനുഗ്രഹിക്കപ്പെട്ടവരായി തീരുകയും ചെയ്യുന്നു. നമ്മൾ മറക്കരുത്, വിശ്വാസത്തോടെ ക്രിസ്തുവിനെ പിൻപറ്റുന്ന, വചനം കേൾക്കുന്ന, അതിനെ ഹൃദയംഗമായി ഉൾക്കൊള്ളുന്ന ഒരു അനുഭവം ഉണ്ടാകുമ്പോഴാണ് ഈ നന്മ നമ്മുടെ മേൽ വരുന്നത്. മൂന്നാമത്, നമ്മിലുള്ള അല്പമായതിനെ ക്രിസ്തുവിങ്കൽ ഏൽപ്പിക്കുമ്പോൾ അത് കർത്താവ് നമ്മുടെ ജീവിതത്തിന് സമൃദ്ധിയുള്ളതാക്കി തീർക്കും. നമ്മുടെ ജീവിതത്തിൽ അത് കർത്താവ് സമൃദ്ധിയുള്ളതാക്കി തീർക്കും. 5000 പുരുഷന്മാര് മാത്രമുള്ള സമൂഹത്തിൽ ഒരു ബാലന്റെ കയ്യിലുള്ള 5 അപ്പവും 2 മീനും ഒന്നുമല്ല എന്ന് ശിഷ്യന്മാർക്കും അറിയാം, അവിടെ ഇരിക്കുന്ന ജനങ്ങൾക്കും അറിയാം. കർത്താവായ യേശു മറ്റു സുവിശേഷങ്ങളിൽ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, നിങ്ങൾക്ക് എത്ര അപ്പം ഉണ്ട്? അതിന് മറുപടിയാണ് ശിഷ്യന്മാർ പറഞ്ഞത്, ഒരു പയ്യന്റെ ബാലന്റെ കയ്യിൽ 5 അപ്പവും 2 മീനും ഉണ്ട്, അതിഞ്ഞു കൊണ്ടുവരിക എന്ന് യേശു പറയുമ്പോൾ നിശ്ചയമായി ശിഷ്യന്മാർക്കറിയാം, പുരുഷാരത്തിനറിയാം, ഇവിടെ ഇരിക്കുന്ന ജനങ്ങൾക്ക് അതൊന്നുമല്ല എന്നറിയാം. കർത്താവ് അവിടെയും നമ്മെ പഠിപ്പിക്കുന്നത് നമ്മിൽ എന്തുണ്ട് എന്നുള്ളതാണ്. നമ്മിലുള്ളതിനെ വലിയൊരു നന്മയായി നമ്മൾ കാണുകയും കരുതുകയും ഉപയോഗിക്കുകയും ചെയ്യുമ്പോഴാണ്, നന്ദിയോടെ നമ്മൾ അതിനെ അനുഭവിക്കുമ്പോഴാണ് കർത്താവ് അത് സമ്പന്നമാക്കി നമ്മുടെ ജീവിതങ്ങൾ അനുഗ്രഹമാക്കി തീർക്കുന്നത്. അതിനെ വാങ്ങി കർത്താവ് വാഴ്ത്തി ശിഷ്യന്മാരുടെ കയ്യിൽ കൊടുത്തു. ശിഷ്യന്മാർ പുരുഷാരത്തെ ഏൽപ്പിച്ചു. നമ്മൾ വായിച്ചത് പ്രകാരമാണ് 12 കുട്ട ബാക്കി വന്ന് നിറച്ചെടുത്തത്. നമ്മൾ പലപ്പോഴും നമുക്കുള്ളതിനെ മറന്നിട്ട് മറ്റുള്ളവർക്കുള്ള നന്മകളെ കണ്ടും കേട്ടും നമ്മൾ മനസ്സിലെങ്കിലും ചിന്താകുലം ഉണ്ടാക്കുന്നവരോ ഭാരപ്പെടുന്നവരോ ആണ്. അവന് ഇത്രയൊക്കെ ഉണ്ടല്ലോ എന്ന്. പക്ഷെ നമ്മളിലുള്ളതിനെ വളരുമാറാക്കുന്നത് കർത്താവാണ്, അനുഗ്രഹിക്കുന്നത് കർത്താവാണ്. നാം അതിനെ നന്ദിയോടെ ഉപയോഗിക്കുമ്പോഴാണ് നമുക്കത് തന്നെ സമൃദ്ധമായും സമ്പന്നമായിട്ടുമൊക്കെ തീരുന്നത്. താലന്തുകളുടെ ഉപമ നമുക്കറിയാം. താലന്തുകൾ വാങ്ങിയവരുടെ മനസ്സ് നമുക്കറിയാം. അവിടെ ആദ്യമേ ഒരു വാക്ക് പറയുന്നു, അവരെ പ്രാപ്തിക്കൊത്തവണ്ണം യജമാനൻ അവരുടെ താലന്തുകളെ ഏൽപ്പിച്ചു. ഒരു താലന്ത് കിട്ടിയവൻ അതിനെ കുഴിച്ചിട്ടത് കാരണം ഇതാണ്, മറ്റുള്ളവർക്ക് അധികം നൽകി യജമാനൻ അവന്റെ മനസ്സിൽ വന്നൊരു ചിന്തയാണ്. ഒരുപോലെ ജോലി ചെയ്ത എനിക്കും അവനും ഒരുപോലെ കാണാതെ അവൻ അധികം കൊടുത്തു, എനിക്ക് യജമാനൻ എന്നോട് ഒരു വ്യത്യസ്തമായ സമീപനം കാണിച്ചു. ഒരു താലന്ത് ആ ദേഷ്യത്തിൽ അവൻ അതിനെ കൊണ്ട് കുഴിച്ചിട്ടു. നശിച്ചത് അവനാണ്. നമ്മിലുള്ളതിനെ വളരുമാറാക്കി എടുക്കുമ്പോഴാണ് അത് നമുക്ക് ഉപകാരമാകുന്നത്. മറ്റുള്ളവർക്ക് എന്തുണ്ട് എന്നുള്ളതല്ല. യേശു ചോദിച്ചത് നിങ്ങൾക്ക് എത്ര അപ്പമുണ്ട് എന്നാണ്, നിങ്ങളുടെ കയ്യിൽ എന്തുണ്ട്. നമ്മുടെ പ്രാപ്തിക്കൊത്തവണ്ണം നമുക്ക് കർത്താവ് തരുന്നത് ശരിയായി നമ്മൾ വിനിയോഗിക്കുമ്പോഴാണ് നമ്മുടെ ആവശ്യത്തിൽ അധികമായ നന്മയായി കർത്താവ് അതിനെ വളരുമാറാക്കുന്നത്, അത് അനുഗ്രഹമായി നമുക്ക് ഭവിക്കുകയും ചെയ്യുന്നു. ആ ബാലൻ ശിഷ്യന്മാരെ ഏൽപ്പിച്ചു. ശിഷ്യന്മാരെ യേശുവിനെ ഏൽപ്പിച്ചു. യേശു അതിനെ പ്രാർത്ഥിച്ചു, അല്ലെങ്കിൽ വാഴ്ത്തി തൻ്റെ ശിഷ്യന്മാരുടെ കയ്യിൽ തിരികെ ഏൽപ്പിച്ചു. ജനങ്ങളെ പന്തിയായിട്ടിരുത്തി വിളമ്പുവാൻ സമ്പന്നമായി ഭക്ഷിച്ചു. അതിന് ബാക്കി വന്നത് അവർ 12 കുട്ട അതാണ് നിറച്ചു കൊടുത്തത്. നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ പ്രാപ്തിക്കുള്ളത് കർത്താവ് തന്നിട്ടുണ്ട്. നാം അതിനെ ശരിയായി നന്ദിയോടെ നമ്മൾ ഉപയോഗിക്കുമ്പോൾ നമുക്കത് സമൃദ്ധിയായും പിന്നീട് നോക്കുമ്പോൾ നമുക്കത് അനുഗ്രഹമായും അധികമായിട്ടും ഒക്കെ നമുക്ക് ഭവിക്കുന്നത് കാണാൻ സാധിക്കും. ചില കാര്യാദികൾ കുടുംബത്തിൽ വരുമ്പോൾ അതുമായി ബന്ധപ്പെട്ടവർ ഇന്ന് ഭാരപ്പെടുന്നത് അറിയാം. നന്ദിയോട് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നത് നമുക്ക് കാണുവാൻ സാധിക്കും. ഇതെങ്ങനെ ഞാൻ പരിഹാരം കാണുന്നുണ്ട്, ഭാരപ്പെടുന്നത് കാണാൻ പറ്റും. എല്ലാം കഴിയുമ്പോൾ അനേകരും പറയുന്നത് നമുക്ക് കേൾക്കാറുണ്ട്, എൻ്റെ ദൈവം എന്നെ അനുഗ്രഹമായി പരിപാലിച്ചു എന്ന് നമ്മൾ കേൾക്കാറുണ്ട്. കർത്താവിൻ്റെ കരുണ. പ്രിയമുള്ളവരെ, നമുക്ക് തരുന്ന നന്മകളെ അത് എത്ര ഉണ്ട് എന്നുള്ളതല്ല, അത് എങ്ങനെ വിനിയോഗിക്കുന്നു എന്നുള്ളതാണ് പ്രധാനം.
ശരിയായിട്ട് വിനിയോഗിക്കുമ്പോഴാണ് അത് നമുക്ക് ഉപകാരപ്രദമായിട്ട് തീരുന്നത്. അന്നന്ന് വേണ്ടുന്നത് ശരിയായ സമൃദ്ധമായ വഴിയിൽ കർത്താവ് നമുക്ക് തരുന്നു. എല്ലാ സൃഷ്ടികളോടും കർത്താവ് കാണിക്കുന്നത് ആ ഒരു അനുഗ്രഹമാണ്. നമുക്ക് വേണ്ടുന്നത് തരുന്നത്, അന്നന്ന് വേണ്ടുന്നത് തരുന്നത് നമ്മുടെ കർത്താവ് ആണ്. നമ്മുടെ ആത്മീകമായിട്ട് മാത്രമല്ല, നമ്മുടെ ഭൗതികമായ ആവശ്യങ്ങളിലും കർത്താവ് നമ്മെ കരുണയോടെ കാത്തു പരിപാലിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യും. അതിൽ തന്നെ ഒരു കാര്യം കൂടെ പറയുന്നത്, ആ ബാലന്റെ കയ്യിലുണ്ടായിരുന്നത് മറ്റുള്ളവർക്ക് കൂടെ പങ്കുവയ്ക്കുവാൻ അവന് മനസ്സുണ്ട്. അവനൊരു ഉറപ്പില്ല, ഇത് കൈമാറ്റം ചെയ്താൽ അവന് ഭക്ഷിക്കുവാൻ കിട്ടുമെന്നുള്ളൊരു ഉറപ്പ് അവനില്ല. എങ്കിലും അവനതിനെ പങ്കുവെക്കുവാൻ, കൈമാറ്റം ചെയ്യുവാൻ അവനൊരു മനസ്സുണ്ട്. അതാണ് സമൃദ്ധമായിട്ട് അവിടെ തിന്നതും അനേകർക്ക് ഉപകാരമായിട്ട് ഭവിച്ചതുമൊക്കെ അതുകൊണ്ടാണ്. നമുക്ക് നൽകിയിരിക്കുന്ന നന്മകൾ, അത് ആത്മീകമായും ഭൗതികവുമായ നന്മകൾ പങ്കുവെക്കുമ്പോഴാണ് നമുക്ക് മാത്രമല്ല മറ്റനേകർക്ക് ഉപകാരപ്രദമായി തീരുന്നതും കർത്താവ് പ്രകാരം നാം ആകണമെന്ന് ആഗ്രഹിക്കുന്നു, സ്വർഗം സന്തോഷിക്കുന്നതും ആ ഒരു നന്മ കൊണ്ടാണ്. നമുക്ക് ഓരോ നാളും വിടുന്നതൊക്കെയും തന്ന് പരിപാലിക്കുന്നവനായ ദൈവം ഇനിയും മുന്നോട്ടുള്ള ജീവിത യാത്രകൾ ഒരുപക്ഷെ പലവിധമായ ചിന്താകുലങ്ങൾ നമ്മുടെ മനസ്സിനെ അലട്ടുന്നതായിരിക്കും. അത് ശാരീരികമായ പ്രശ്നങ്ങളാകും, സാമ്പത്തികമായ പ്രശ്നങ്ങളാകും, നാളെയെക്കുറിച്ചുള്ള വിചാരങ്ങളാകും. നമ്മളെ മറക്കരുത്, ഇതിലൊക്കെയും നമ്മെ അനുഗ്രഹിക്കുവാൻ തക്ക വിധം നമ്മുടെ കർത്താവ് വലിയവനാണ്. ആ വിശ്വാസത്തോടെ കർത്താവിൻ്റെ പിന്നാലെ പോകുവാനും വചനം കേൾക്കുവാനും അതിലൂടെ നമ്മൾ ദൈവീകമായ നന്മ കണ്ടെത്തുവാനും സന്തോഷിക്കുവാനും കർത്താവിൻ്റെ നന്മ എല്ലാ വഴികളിലും പങ്കുവച്ചങ്ങയെ മഹത്വപ്പെടുത്തുവാനും തക്ക വിധം നമ്മെ ദൈവം ഇനിയും അനുഗ്രഹിക്കട്ടെ, ആശീർവദിക്കുമാറാകട്ടെ. ആമേൻ. സകല ബുദ്ധിയെയും കവിയുന്ന ദൈവത്തിൻ്റെ സമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളെയും ചിന്തകളെയും കർത്താവായ ക്രിസ്തുവിൽ അനുഗ്രഹിച്ച് ആശീർവദിക്കുമാറാകട്ടെ. ആമേൻ. നമുക്ക് ധർമ്മശേഖര വാക്യങ്ങൾ ഏറ്റുകൊള്ളാം. പാട്ട് നമുക്ക് പാടാം. 584. in
മഹാകൃപയും കരുണയും നിറഞ്ഞവനാകുന്ന ദൈവമേ, പരിശുദ്ധനായ കർത്താവേ, ഞങ്ങളെ ഓരോ ദിനവും നടത്തുന്ന ദൈവമേ, നിന്റെ വലിയ സ്നേഹത്തിനായും കൃപയ്ക്കായും ഞങ്ങൾ അങ്ങയെ വാഴ്ത്തുന്നു. പ്രിയ പിതാവേ, പലവിധമായ ആവശ്യങ്ങളുടെ മധ്യത്തിലും ഞെരുക്കങ്ങളുടെ മധ്യത്തിലും ശാരീരികമായിട്ടുള്ള പ്രയാസങ്ങളുടെ മധ്യത്തിലും കർത്താവേ, ഞങ്ങൾ ഭാരപ്പെടുമ്പോൾ, ഞങ്ങൾ ക്ലേശപ്പെടുമ്പോൾ അവിടുത്തെ ദിവ്യമായ കരുതലും കാവലും ഞങ്ങളുടെ മധ്യേ ഉണ്ട് എന്ന് ഓർക്കുവാൻ വിധം നീ ഞങ്ങളെ വചനത്താൽ അനുഗ്രഹിക്കുന്ന ബലപ്പെടുത്തുന്ന സ്നേഹത്തിനായി ഞങ്ങൾ അങ്ങയെ വാഴ്ത്തുന്നു, സ്തുതിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. പ്രിയ പിതാവേ, ഓരോ നാളും ഞങ്ങൾക്ക് വേണ്ടി വരുന്ന എല്ലാ ആവശ്യങ്ങളെയും അവിടുന്ന് തന്ന് ഇന്നുവരെയും നടത്തുന്നതിൻ്റെ വലിയ കൃപയ്ക്കായി ഞങ്ങൾ അങ്ങയെ വാഴ്ത്തുന്നു. കർത്താവേ, ഇപ്പോഴും അവിടുത്തെ മക്കളായിരിക്കുന്ന ആവശ്യങ്ങളിലും പ്രയാസങ്ങളിലും പ്രതികൂലങ്ങളിലും വലിയവനായ കർത്താവേ, നിന്റെ കരുതലും കാവലും നൽകി കാത്തു പരിപാലിച്ചു കൊള്ളുമാറാകണമേ എന്ന് താഴ്മയോടെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ലോകമെമ്പാടുമുള്ള ഇന്നത്തെ പ്രതികൂല സാഹചര്യങ്ങളെ തരണം ചെയ്യുവാൻ പറ്റുന്നത് യേശുവേ, നിന്റെ മനസ്സലിവും മഹാകൃപയും പകരുമാറാകണമേ എന്ന് താഴ്മയോടെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ക്രിസ്തു വഴി ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കുമാറാകണം പിതാവേ. ആമേൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നാമം ശുദ്ധീകരിക്കപ്പെടണമേ, ഒരു രാജ്യം വരണമേ, ഒരു ഇഷ്ടം സ്വർഗത്തിൽ പോലെ ഭൂമിയിലുമാകണമേ. ആവശ്യമുള്ള ആഹാരം ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കണമേ. ഞങ്ങളെ പരീക്ഷയിൽ കടത്താതെ ദോഷത്തിൽ വിളിക്കണമേ. രാജ്യവും ശക്തിയും മഹത്വവും നമ്മുടെ പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും അവിടുത്തെ പുത്രനാം യേശു മിശിഹായുടെ കൃപയും ദൈവാത്മാവിൻ്റെ സംസർഗവും കൂട്ടായി നിങ്ങൾക്കൊണ്ടിരുന്നു. സർവ്വനന്മകളാലും അനുഗ്രഹങ്ങളാലും കർത്താവ് അനുഗ്രഹിക്കുകയും ആശീർവദിക്കുകയും ചെയ്യുമാറാകട്ടെ.